വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന വേറൊരു സാധനമാണ്. അത് സോഷ്യലിസവും മാർക്സും ഒക്കെ വരുന്നതിന് മുമ്പുള്ള സാധനമാണ്. ട്രേഡ് യൂണിയനിസം മാർക്സിസവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നതാണ്. മാർക്സിസ്റ്റ് വ്യവസ്ഥയിൽ, കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കാൻ പോലും പറ്റില്ല യഥാർത്ഥത്തിൽ. ടേക്ക് ഇറ്റ് ഫ്രം മീ. അങ്ങനെയാണ് ചൈനയിൽ തൊഴിലാളികൾ ചാടി ആത്മഹത്യയായിരിക്കാനായിട്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ചുറ്റും നെറ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആളുകൾ വിചാരിക്കുന്നത് മാർക്സിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ട്രേഡ് യൂണിയനുകളാണ്, അവർ തൊഴിലാളികളുടെ അവകാശാധികാരങ്ങൾ നേടിയെടുത്ത അവരാണെന്ന്. അങ്ങനെയല്ല. കമ്മ്യൂണിസത്തിന് വലിയ ആർജവം ഇല്ലാത്ത, വലിയ സ്വാധീനമില്ലാത്ത എല്ലാ സമൂഹങ്ങളിലും തൊഴിലാളികളുടെ നിലവാരം ബാർഗെയിനിങ്ങിലൂടെ മെച്ചപ്പെടുകയാണ് ചെയ്തത്. ഉദാഹരണമായിട്ട് ഞാൻ സ്വീഡൻ്റെ കാര്യം തന്നെ പറയാം. സ്വീഡനിൽ മിനിമം വേജ് പോലും ഇല്ല. മിനിമം വേജ് മിക്കവാറും ഉള്ള ഒരു വെൽഫെയർ മെഷറായിട്ട് എല്ലായിടത്തും ഏർപ്പെടുന്നതാണ്. നിങ്ങൾ ഈ പറയുന്ന സോഷ്യലിസത്തിൻ്റെ വലിയ സംഭവമാണെന്ന് പറയുന്നത് സ്വീഡനിൽ മിനിമം വേജസ്, സ്വീഡനിലല്ല ഒരു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഇല്ല. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻസ് മുതലാളിമാരുമായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞാൽ അക്രമാസക്തമായ രീതിയിലല്ല, വണ്ടി തടയലല്ല. അവർ കുത്തിയിരിക്കും, ചുറ്റും ഇരുന്നിട്ട് സംസാരിക്കും, അവരൊരു പാക്കേജ് ഉണ്ടാക്കും, ഒപ്പുവെക്കും. ഗവൺമെൻറ് മൈൻഡ് ചെയ്യില്ല, ഗവൺമെൻറ് അതിനകത്ത് ഇടപെടില്ല. അത് വർക്ക് ചെയ്യും. 5 വർഷത്തേക്ക് ഇത്ര വർഷം ശമ്പളം, ഉയർന്ന വേതനം കിട്ടും. ഗവൺമെൻറ് ആ വേതനത്തിൽ നിന്ന് പിടിച്ചെടുക്കും. എന്നിട്ട് സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കും പൗരന്മാർക്ക്. അങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാക്കിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞാണ് എങ്ങനെയാണ് അതിൻ്റെ അപ്പാരറ്റസ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയും. സെക്യൂരിറ്റി ഓർ സേഫ്റ്റി നെറ്റ്സ്, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, ട്യൂഷൻ ഫീ. ഉദാഹരണമായിട്ട് സ്വീഡനിൽ സ്കൂൾ ചോയ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സ്കൂൾ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്യൂഷൻ ഫീ പോലെ തരും. ഈ ട്യൂഷൻ ഫീ വെച്ച് പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിപ്പിക്കാം, ഉയർന്ന ഫീസുള്ള, ഡൊണേഷൻ വേണേൽ കൊടുക്കാം. പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കാം, ഫീസ് ഇല്ലാത്തടത്ത് നിങ്ങൾക്ക് എവിടെ വേണേലും പഠിപ്പിക്കാം. നിങ്ങൾക്ക് ഗവൺമെൻറ് പൈസ തരും. ഇതാണോ സോഷ്യലിസം? ഇതാണോ സോഷ്യലിസം? സോഷ്യലിസത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണിത്. പ്രൈവറ്റ്, മിക്കവാറും എല്ലാവരും പ്രൈവറ്റിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇപ്പോൾ ഇൻക്രീസിംഗ്ലി പ്രൈവറ്റൈസ് ചെയ്യാണ്. ഓരോരോ കമ്പനികളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വീഡനൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും സോഷ്യലിസം അല്ല. ഞാൻ പറയുന്നത് സോഷ്യൽ ഡെമോക്രസിയും ഡെമോക്രാറ്റിക് സോഷ്യലിസവും രണ്ടാണ്. യൂണിയൻസ് ബാർഗെയിൻ അത് ഞാൻ പറഞ്ഞു. സ്കൂൾ ചോയ്സ് പറഞ്ഞു. സ്വീഡൻസ് പ്രൈവറ്റൈസ് മച്ച് ഓഫ് ഇറ്റ്സ് ഹെൽത്ത് കെയർ പറഞ്ഞു. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സോഷ്യലിസം എന്ന് പറയുന്നത്? നാഷണലൈസേഷൻ. അങ്ങനെ സംഭവമില്ല അവിടെ. ബാങ്ക് നാഷണലൈസേഷൻ അത് അങ്ങനെ സംഭവമൊന്നുമല്ല. അതുപോലെ തന്നെ സബ്സിഡി. ഇഷ്ടമുള്ള സാധനത്തിന് നിങ്ങൾ പ്രധാനമായിട്ട് സോളാർ പാനൽ വെക്കുന്നതിന് നിങ്ങൾക്ക് സബ്സിഡി തരുന്നു. നമ്മൾ വിചാരിക്കും നല്ല കാര്യമാണ്, സോളാർ പാനൽ നമ്മൾ വെക്കുന്നത്, നമുക്ക് പൈസ കിട്ടുന്നു, ഓക്കെ റൈറ്റ്, വി ആർ ഹാപ്പി. പക്ഷേ അങ്ങനെയൊന്നും വ്യവസ്ഥയൊന്നും ഇല്ല എവിടെയെങ്കിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊന്നും. സേഫ്റ്റി നെറ്റൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ 40% വരെയൊക്കെ നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. 40-45%. അത് നിങ്ങൾ 100 രൂപ ഏൺ ചെയ്യുകയാണെങ്കിൽ 40 രൂപ കൊടുക്കേണ്ടി വരും സർക്കാരിന്. നിങ്ങൾക്ക് പെൻഷനൊക്കെ തരും സർക്കാർ. വേണോ? അതോ നിങ്ങൾക്ക് 20% ടാക്സും ബാക്കി 80 രൂപ വേണം? എന്താ വേണം? ഈ ഫ്രീ ലഞ്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് കിട്ടണമെന്ന് തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ എന്തെങ്കിലും എടുക്കും. അല്ല, ആൾ വിചാരിക്കും എല്ലാം ക്ഷേമം. പിന്നെ വേറെ കാര്യം, ഈ ക്ഷേമം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നല്ല കാര്യമായിട്ട് തോന്നാമെങ്കിലും ക്ഷേമം സർക്കാർ തന്നെ ക്ഷേമിച്ചാലേ പറ്റൂ. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. സർക്കാർ തന്നെ ക്ഷേമ പദ്ധതി തന്നെങ്കിൽ നിങ്ങൾ എടുക്കൂ. നല്ല കമ്പനികൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കില്ലേ? BSNL മാത്രമേ നിങ്ങൾ ഉപയോഗിക്കൂ. ജിയോ ഡേറ്റ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടെന്ന് പറയാം. ജിയോ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഈ സർക്കാർ എന്ന് പറയുന്നതും ജിയോ എന്ന് പറയുന്നതും എല്ലാം തന്നെ നമ്മളുടെ ക്ഷേമവും നമ്മളുടെ വികാസവും അനുസരിച്ചാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്.